ഇതൊക്കൊന്നും ഇറങ്ങണ്ട. പാനിക് അവനക്ക് ഇപ്പോഴാണ് അവിടെ. സീറ്റ് ബെൽറ്റ് ഇടണല്ലേ? എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കായിരുന്നില്ലേ? ട്രാൻസ്പോർട്ട് കമ്പനിയാണ്. അതേമാതിരി ഇവിടെ എറണാകുളത്ത് ബെൻസും BMW ഓഡിയോ ഒക്കെ റെന്റിന് കൊടുക്കുന്നുണ്ട്. നെയ്തലത്തെ അസുഖമായിട്ട് നമ്മുടെ ചുള്ളിമടയില് നമ്മള് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാള് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിർത്തുമായിരുന്നു. ഇവിടെ നിർത്തുകയാണ്. അപ്പൊ അങ്ങനത്തെ എടുത്തില്ല. എന്ത് ചെയ്യാ? പൈസ എടുത്തിട്ട് വരാം. ഇത്രയും വലിയ ക്യാമ്പസ് ആവുമ്പോ ചാൻസ് ഇല്ല. ഇത് എക്സാമിന്റെ ടൈം അല്ല. കുറെ ആൾക്കാർക്ക് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഇയേഴ്സ് എക്സാമാ. ആ മോക്ക് ടെസ്റ്റും മറ്റേ ഇത് പിന്നെ ഏപ്രിൽ. അപ്പൊ ഇവർക്ക് വെക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. സെമസ്റ്റർ കഴിഞ്ഞ വെക്കേഷൻ ഉണ്ടാവും. ഏപ്രിൽ മെയില് എക്സാം കഴിഞ്ഞ ഓക്കെ. താങ്ക് യു. ஆடிட்டோரியம் எங்க இருக்கு? അടുക്കളത്തെ ട്രാവല് ഡ്രോണ് കാണാം. அடுத்த முறை எனக்காக உங்க பேச்ச கேட்பான். அடுத்து என் பேச்ச எல்லாரும் போட்டுருக்காங்க. பிரின்சிபல் over 3 decades of experience. உங்களுக்கு இந்த தமிழ் தெரியாதா? ഇനിയിപ്പോ ക്ലാസ് തള്ളിക്കേറ്റ് തള്ളിക്കേറ്റ് എന്നെക്കൊണ്ട് എന്താ പറയുക വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് നീ എടുക്കുന്നില്ല. എന്നിട്ടാണ് ഡയലോഗ്. അതെ ഞാൻ എന്ത് പഠിക്കണം എന്ന് എനിക്ക് സൈക്കോജനിക്ക് ഇടയ്ക്ക് ഇത്തിരി ഇപ്പൊ പറയും. സൈക്കോജനി പറയും. ഹക്കീംക്കാണ് എന്നെ അങ്ങനെ വിളിക്കല്. കൊറേ ആയില്ലേ എന്നെയും വിളിച്ചിട്ട് കൊറേ ആയി. ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം അടുപ്പിച്ച മെസ്സേജും വിളിയൊക്കെ കണ്ടു. പിന്നെ എങ്ങനെ ഒരു ഹമ്പ് കോളേജ് പിള്ളേര് പറപ്പിച്ച് വരും. മനസ്സിലായ അത് ഒഴിവാക്കാനാണ്.
റിഹാനിക്കൊന്നും ബൈക്ക് പറയണ സാധനം മേടിച്ചു കൊടുക്കണ്ട കേട്ടാ. കാറ് മേടിക്ക, ബൈക്ക് വേണ്ട. മറ്റേ റൈമിങ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ചിരിച്ചതല്ല, റൈമിങ് ആണോ? ഒന്ന് പറയും. നിങ്ങൾ എന്ത് റൈമിങ് പറയണമെന്നറിയോ? നിങ്ങളുടെ വൈഫ് ரொம்ப അഴകാ ഇருக்கு, അതിന് പറയും. ചുമക്കണ്ട, ഒരു ജാതി ചുമ പറയുന്നു. എന്താണ് എന്തിനും ഒരു ജിമ്മിനും ഉണ്ട് റിഹാൻ. ഓക്കെ, അത് ഞാൻ സംസാരിക്കാം. ഹലോ, ആൻകുട്ടിക്ക് സങ്കടം വരുമോ? ഇത് ബട്ടർ ചിക്കൻ, താങ്ക് യു. സാലഡ് എനിക്ക് വേണം. വേണമെങ്കിൽ എടുക്കണം. ഒരെണ്ണം പറഞ്ഞാൽ 2 പീസായിട്ട്. നല്ല ഫുഡായിരിക്കും, നല്ല ഫുഡായിരിക്കും. ഇത് രണ്ടും മയോണൈസല്ലേ? ഗ്രേവി വേണം. നല്ല ഫുഡ് കാണില്ല, ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കേണ്ടി വരും. മധുരം ഓവറായില്ലേ? ഭയങ്കര മധുരമായിരിക്കും. പിന്നെ തൊട്ടടുത്ത് കിടക്കണ ഇറങ്ങുക, മനസ്സിലായോ? നോ ഹെൽമെറ്റ് നോ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഹെൽമെറ്റ് ഇല്ലാണ്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പൊ ബോർഡ് മാത്രമേ ഉള്ളൂ. ഫോൺ നോക്ക്.
ഈ ഫോണ് കണ്ടിട്ട് എങ്ങനെ മേടിക്കാൻ തോന്നുന്നത്? നല്ല തോന്നുന്നു. ആദ്യം മേടിച്ചിട്ട് ചിമ്മിൽക്ക് ഇങ്ങനെ അപ്പൊ നിന്നെ ഒബ്സർവ് ചെയ്യട്ടെ. നീ അങ്ങനെയൊന്നും അല്ലാന്ന് നീ. അവനൊക്കെ ഭയങ്കര ഡീസന്റാ. അവനെ പോലെ ഒരു മകനെ കിട്ടിയ നിങ്ങൾ പുണ്യം ചെയ്യണം. പുണ്യം അവനെ പുണ്യം ചെയ്യണം. പുണ്യം. ചിരിച്ചു ആ കുട്ടി എന്നോട്. ഓടണു. ഞാൻ വീഴുന്ന കഫേ ബോക്സ് റിഹാൻക്ക് നേരത്തെ പോയിട്ട് വേണ്ട ഹൈവേയിൽ എത്തിയിട്ട് എടുത്താൽ മതി. അന്നത്തെ ഓർമ്മ ഉണ്ടോ? അല്ല നീ ഹൈവേയിൽ എത്തിയിട്ട് എടുത്താ മതി. ഷെയ്ക്ക എന്റെ പേർക്ക് എടുക്കാനാണ് ഇപ്പൊ പറയണത്. ഞാൻ എന്താ ചെയ്യാ? നിങ്ങളൊന്ന് പറഞ്ഞേരി മനുഷ്യ. 2 നമ്പർ ഉണ്ട് ഇത്ര. ഇനിയിപ്പോ ഓണറും കൂടെ സമ്മതിക്കണം. അതിന് ശേഷമുള്ളൂ നമുക്ക് ഇത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? പൈസ ബസാറിൽ നിന്നാണ് സർ വിളിക്കുന്നത്. ഷാമിൻ സാറാണോ? പൈസ ബസാറിൽ നിന്ന് പേഴ്സണൽ ലോൺ ആയിട്ട് കോൺടാക്ട് ചെയ്താണ് സർ. ഓഫറൊന്നും പറഞ്ഞു പോവാനേ ഇപ്പൊ പേടിയാണ് സത്യം പറഞ്ഞ. AJK ഹൈപ്പർ മാർക്കറ്റ്. വാലെ പാർക്കിംഗ് മാതിരി അയാൾ പിന്നീട് ഇത്രയുള്ളൂ. കഴിഞ്ഞോ? ഇതൊന്നും ഇല്ലാണ്ട് നഹദിയിലെ തിരക്കാണ്. ഒരു മുക്കിലാണ്. ഓർഡർ ചെയ്താ കുഴിമന്തി കിട്ടൂല. അതെന്താ?